താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെയാണ് താമരശ്ശേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 6 വിദ്യാർത്ഥികളെ പ്രതികളാക്കിയാണ് കുറ്റപത്രം. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം തുടരുമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം നടന്ന് 85ാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെയാണ് 1800 പേജുള്ള കുറ്റപത്രം നൽകിയത്. പിടിയിലായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 6 പേരാണ് പ്രതിപ്പട്ടികയിൽ. 109 പേരുടെ സാക്ഷിമൊഴികൾ ശേഖരിച്ചു. 80ഓളം തെളിവുകൾ, ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളടക്കം ഡിജിറ്റൽ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം തുടരുമെന്നും കുറ്റപത്രം പറയുന്നു. പോലീസ് സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. പറഞ്ഞ സമയപരിധിക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഞാനും എൻ്റെ കുടുംബവും വളരെ സന്തോഷത്തിലാണ്. ജാമ്യ പരിഗണിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അതിലും നമുക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു ചെറിയ വിശ്വാസത്തിലാണ്. നീതിപീഠം നമ്മളെ കൈവിടൂല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. ട്യൂഷൻ സെന്ററിലെ വാക്കുതർക്കത്തിന് പിന്നാലെ ഉണ്ടായ അക്രമമാണ് ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നഞ്ചക്കുപയോഗിച്ച് തലക്കേറ്റടിയായിരുന്നു മരണകാരണം. സംഭവത്തിൽ പിടിയിലായ 6 വിദ്യാർത്ഥികൾ കോഴിക്കോട് ജുവനൈൽ ഹോമിൽ കഴിയുകയാണ്. ഇവരുടെ ജാമ്യ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.